നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ മേഖല മേഘപാളികളെ ഉറ്റുനോക്കുന്നു. മാസാന്ത്യത്തോടെ മഴയ്ക്ക് ശമനം കണ്ടു തുടങ്ങുമെന്ന വിശ്വാസത്തിൽ ടാപ്പിങ്ങിനുള്ള ഒരുക്കത്തിലാണ് കേരളത്തിലെ കർഷകർ. കനത്ത മഴയിൽ വലഞ്ഞ് കർഷകർ. ഇന്ത്യൻ വിപണിയിൽ റബ്ബർ വില ഉയരുന്നത് ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയാണ് കാർഷിക കേരളം. കാലവർഷം കേരള തീരത്ത് പ്രവേശിച്ച് 1.5 മാസം പിന്നിടുമ്പോഴും തോട്ടങ്ങളിൽ ഇടം കണ്ടെത്താൻ റബ്ബർ കർഷകർക്ക് അവസരം ലഭിച്ചില്ല. ഒരു വിഭാഗം ചെറുകിട കർഷകർ റെയിൻ ഗാർഡ് ഒരുക്കിയെങ്കിലും ശക്തമായ മഴ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. വിദേശ രാജ്യങ്ങളിലും പ്രതികൂല കാലാവസ്ഥയിൽ റബ്ബർ വെട്ട് സ്തംഭിച്ചതോടെ വാങ്ങലുകാർ ഷീറ്റിൽ പിടിമുറുക്കി. തായ്ലൻഡിലും വിയറ്റ്നാമിലും ഉൽപ്പാദനം ഏതാണ്ട് നിലച്ച അവസ്ഥയിലാണ്. ഇതിനിടയിൽ കയറ്റുമതിക്കാർ ചരക്കിനായി വിപണിയിൽ ഇറങ്ങിയത് ബാങ്കോക്കിൻ്റെ റബ്ബറിൻ്റെ വിലക്കയറ്റത്തിന് വഴി തെളിച്ചു. ഇന്ന് റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ്. ബാങ്കോക്കിൽ RSS-1 1 കിലോയ്ക്ക് 201 രൂപയിലാണ് അവിടെ വ്യാപാരം നടന്നിരിക്കുന്നത്. ജൂൺ ഷിപ്മെൻറ്റുകൾ പൂർത്തിയാക്കാൻ കയറ്റുമതിക്കാർ അല്പം ക്ലേശിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. വിദേശ വില ഉയരാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് നിക്ഷേപകർ ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകളിൽ പിടിമുറുക്കി. ഇതിനിടയിൽ ജപ്പാൻ ഒസാക്ക വിപണിയിൽ റബ്ബർ ഒക്ടോബർ അവധി കിലോ 315 യെന്നിൽ നിന്നും 327 വരെ കയറിയ ശേഷം 324 താഴ്ന്നെങ്കിലും അടുത്ത ചുവടുവയ്പിൽ 338 യെന്നിലേക്ക് ഉയരാൻ ശ്രമം നടത്താം. കേരളത്തിലും റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ്. കോട്ടയം കൊച്ചി മാർക്കറ്റിൽ RSS-4 1 കിലോയ്ക്ക് 211 രൂപ 50 പൈസയും RSS-5 1 കിലോയ്ക്ക് 207 രൂപ 50 പൈസയും വർദ്ധിച്ചു. ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.